to my party, we're just getting started. A life is a dream. ഭാര്യയാണത്രേ ഭാര്യ, സ്വന്തം ഭർത്താവിനെ തോപ്പിക്കാൻ നടക്കണം. ഇതൊക്കെ കൊണ്ടല്ലേടാ രഘു ഞാൻ കല്യാണം കഴിക്കാത്തത്. ഓ അല്ലാതെ പെണ്ണ് കിട്ടാത്തോണ്ടല്ല എന്നുള്ള ക്രിഞ്ച് ഡയലോഗ് അടിക്കാൻ വന്നേല്ലേ നീ. ആ ഡയലോഗ് ഇവിടെ ബഹിഷ്കരിച്ചിരിക്കണം. നിങ്ങൾ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനല്ലേ ചേച്ചി എനിക്കെതിരായിട്ട് നിങ്ങളെ സ്വന്തം ഭർത്താവിനെ തന്നെ നിർത്തിയത്? കരിവാരി തേക്കാനായിരുന്നു ഞാൻ നിന്നെ പിടിച്ച് നിർത്തോരുന്ന, അതിന് ഈ സന്ധ്യയിലേ ഞാൻ നിർത്തോളൂരുന്ന്. ചേച്ചി ചുമ്മാ. എന്തൊക്കെയാണെങ്കിലും രഘു ഒരു ചില്ലറക്കാരനല്ല. അതെ, അങ്ങേരൊരു പോക്ക് കേസാണ്. സന്ധ്യ ചുമ്മാ. കുസു പറഞ്ഞത് ശരിയാണ്, രഘുവിനെ നമ്മൾ പേടിക്കണം. ശാന്തയെ നമ്മൾ പേടിക്കാനാ? അവളെന്തിനും നമ്മൾ പിടിച്ചങ്ങ് വിഴുങ്ങും. അവൾ അമ്മാതിരി ഐറ്റുണ്ടാ. എന്ത് വില കൊടുത്തു എനിക്ക് ഈ ഇലക്ഷൻ വിജയിക്കണം. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. അവര് ഒരു കട്ടൗട്ട് വെച്ച നമ്മള് 3 കട്ടൗട്ട് വെക്കും. അവളുമാരി 3 കട്ടൗട്ട് വെച്ച നമ്മൾ 6 എണ്ണം തിരിച്ചു വെക്കും. ഇതെന്തൊരു 3ന്റെ ഗുണനപ്പെട്ടില്ലേ? അവര് 100 കട്ടൗട്ട് വെച്ചാ തിരിച്ച് 200 കട്ടൗട്ട് വെക്കാനുള്ള പൈസ നിന്റെ ഉണ്ടാ? 200 എണ്ണം അടിക്കാളെന്റെ പൈസ ഈ ഞാൻ ഇറക്കും. നിന്റെ പൈസ? നിന്റെ വീടിന്റെ പ്രമാണം എന്റെ കയ്യിലിരിക്കണം, ഞാൻ അതങ്ങ് വിൽക്കും. എന്റെ കൂര കുറഞ്ഞതൊരു 5000ന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും എനിക്ക് വിജയിക്കണം. 5000 പോരാ, 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തായിരിക്കണം എന്റെ വിജയം. ആകെ 2000 വോട്ടാണ് ഇവിടെ ഉള്ളത്, ബാക്കി എവിടെ ഒപ്പിക്കോടെ രഘു? അത് കള്ള വോട്ടിടണം, അതിട്ടിട്ടാണെങ്കിലും എന്റെ ശാന്തുവിന് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടണം. കള്ള വോട്ടാ? ഇതിലൊന്നും വിവരവും പൊക്കണില്ലെന്നാണ് തോന്നണം. സന്ദ്രിനി ഇതൊക്കെ കേട്ടാ വെച്ചെത്തിക്കോ. എന്നെ നിർത്തിയിരുന്നെങ്കിലേ ഞാൻ 1 ലക്ഷം ഭൂരിപക്ഷം ചോദിക്കോളായിരുന്നു. ആദ്യം നമുക്ക് വേണ്ടത് നാട്ടുകാരെ ആകർഷിക്കാൻ പറ്റിയ ഒരു ചിഹ്നം. ആകർഷിച്ചാൽ മാത്രം പോരാ, ആ ചിഹ്നം കണ്ടാൽ ആൾക്കാർ ഉറപ്പായി ഞെക്കണം. അതവള് വോട്ട് പിടിക്കാൻ പോകുമ്പോഴേ ആൾക്കാർ കഴുത്തി പിടിച്ച് ഞെക്കിക്കോളും. ചിഹ്നം കാണുമ്പോ തന്നെ പ്രകമ്പനം കൊള്ളണം. ഉദാഹരണം സിംഹം, കടുവ, ഡിനോസർ, അതുപോലത്തെ ചിഹ്നങ്ങൾ. തനി സിംഹിനി തന്നെ. അതൊക്കെ വേണോ ചേച്ചി? എവക്ക് വല്ല മരപ്പട്ടിയും പോരെ? അതല്ല, എന്റെ മുഖസാദൃശ്യമുള്ള ചിഹ്നം അതാണ്. എനിക്ക് ആ ചിഹ്നമൊന്നും വേണ്ട. അത് വേണ്ടേ? പിന്നെ ഏത്? കിട്ടി കൊതം. അയ്യേ അതല്ല, കുടം. കുടം കൊള്ളാം. വെള്ളം നിറയ്ക്കും കുടം, ഈ നാടിൻ നിറകുടം, നമ്മുടെ കുടം, രഘുവിൻ കുടം. എങ്ങനെയുണ്ട്? പൊന്നും കുടം. വാപ്രിമുക്കിൻ ജനങ്ങളെ വോട്ട് ചെയ്യാൻ ഓടിവാ, നമ്മുടെ നായകൻ രഘുവാണേ, ഓ രഘുവിനെ ജയിപ്പിക്കൂ. കുടം ചിഹ്നത്തിൽ കുത്തുക, ഇവന് വോട്ടുകൾ കൊടുക്കുക. പുതുവാപ്രിമുക്കിനായി ഓ രഘു ഇത് വരവായി. ഓഹോ രഘു, ഓഹോ മലരഘു, ഈ നാട്ടിൻ മെമ്പർ രഘു. ഓ രഘു ഇവനൊരു രഘു. ഓഹോ രഘു, ഓഹോ മലരഘു, ഈ നാടിൻ മെമ്പർ രഘു. ഓ രഘു ഇവനൊരു രഘു. സൂപ്പർ. ശാന്തയ്ക്ക് പറ്റിയ ചിഹ്ന ഏതുണ്ട്? ചൊറിയില്ല പെണ്ണെ, കൂടുതൽ കിടന്ന് ചോരൊക്കെ ഉണ്ടല്ല, കോരി തോട്ടിയെറിയുന്ന. കോരിയെറി JCB ചിഹ്നം എങ്ങനെയുണ്ട്? ആ ചിഹ്നം കൊള്ളൂല, JCB വേണ്ട. നാട്ടുകാരെ എന്നെ കോരിയെറി. JCB കണ്ട ആൾക്കാര് കുത്തോടി. കുത്തല്ല, കൊത്തും. കിട്ടി, ശാന്തക്കുള്ള ചിഹ്നം കിട്ടി. എന്തിനടി നമ്മളെ കൊത്ര? എന്തിനാണ്? കൊതുക് അല്ല, ഈച്ചയാ. ഈച്ച കൊത്തോ? അല്ല, പിന്നെ സർപ്പം.
ചിഹ്നം. വിഷം ചീറ്റോ? ചീറ്റും, പക്ഷേ വിഷമല്ല. നാട്ടുകാരെ കൊണ്ട് വോട്ട് ചീറ്റിപ്പിക്കും. കല്ലാറ് ദേശക്കാരി ശാന്തേച്ചിക്കൊരു വോട്ട് താ, നാട്ടാരെ നിങ്ങളുടെ വോട്ട് മൊത്തം നമ്മടെ ചേച്ചിക്ക്. കല്ലാറ് ദേശക്കാരി ശാന്തേച്ചിക്കൊരു വോട്ട് താ, നാട്ടാരെ നിങ്ങളുടെ വോട്ട് മൊത്തം നമ്മടെ ചേച്ചിക്ക്. ശാന്തേച്ചി ശാന്തേച്ചി ഇടിമിന്നൽ പോലെ വന്നു ശാന്തേച്ചി. ശാന്തേച്ചി ശാന്തേച്ചി ഇടിമിന്നൽ പോലെ വന്നു ശാന്തേച്ചി. സർപ്പത്തിൽ കുത്ത് ഈ ശാന്തേച്ചിക്കൊരു വോട്ട്, സർപ്പത്തിൽ കുത്ത് ഈ ശാന്തേച്ചിക്കൊരു വോട്ട്. അപ്പോ നമ്മുടെ ചിഹ്നം കുടത്തിന് വേണ്ടി നാളെ മുതൽ നമ്മൾ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു. നാട്ടുകാരടുത്ത് വോട്ട് ചോദിക്കാനുള്ള രീതിയൊക്കെ ശാന്തയ്ക്ക് അറിയാല. അതൊക്കെ എനിക്ക് പിന്നെ അറിഞ്ഞൂടെ. എങ്കിൽ ഒന്ന് വോട്ട് ചോദിച്ചാണ്, നമ്മളൊന്ന് കേക്കട്ട്. എനിക്ക് വോട്ട് തന്നില്ലെങ്കിലാണ് നിന്റെയൊക്കെ വീട്ടിൽ കയറി ഞാൻ പണിയും മോളെ. എന്റെ ചിഹ്നം അറിയല്ല, സർപ്പം. എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ സൂപ്പർ. നീ ഒരു കാര്യം ചെയ്യടി, വോട്ട് ചോദിക്കാൻ പോകുമ്പോഴേ കയ്യിലൊരു വാക്കത്തിയും കൂടെ കരുതിക്കോ, അപ്പോഴും പെട്ടെന്ന് വോട്ട് കിട്ടും. സന്ദരി, എവളെ റൂമിലിട്ട് പൂട്ടിയിട്ട് വേണം നമുക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ. പക്ഷെ ഞാൻ തുറന്നു വിടും. മതി മതി, ഇങ്ങനെ മതി. കുറച്ചും കൂടി വിനയം കൊണ്ട് കുനിയ. ഓ, ഇല്ലെങ്കിൽ നാട്ടുകാർ കുനിക്കും. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് നാട്ടുകാരെ നമ്മളെ ചാക്കിലാക്കണം. മനസ്സിലായില്ല? മനസ്സിലായില്ല? പറഞ്ഞു തരാം. അതായത് രഘു ജയിച്ചു കഴിഞ്ഞാൽ വാപ്പിളിമുക്കിൽ നിന്നും തമ്പാനൂര് വരെ ഒരു ഹെലികോപ്റ്റർ സർവീസ് കൊണ്ടുവരാമെന്ന് ചുമ്മാ അങ്ങ് തട്ടി വരണം. അങ്ങനെയൊക്കെ. ഒന്നല്ല, 2 ലുലുമാൾ പണിയും. അങ്ങനെ തന്നെ പണയണം. പിന്നെ വരണവർക്കും പോണവർക്കും മൊത്തം ജോലി, 25,000 രൂപ സാലറി വിത്ത് പെൻഷൻ, അങ്ങനെയൊക്കെ അങ്ങ് പറയണം. ചേച്ചി, ഒരുപക്ഷെ ഞാൻ ജയിച്ചു കഴിഞ്ഞാലേ നാട്ടുകാർ ഇതൊക്കെ ചോദിച്ചോണ്ട് വന്നാല. അതിനു മുമ്പ് നമ്മൾ ഈ പഞ്ചായത്ത് മറിച്ച് വിറ്റ് ഈ നാടും വിട്ട് നേരെ മലേഷ്യയിലെ കോലാലംപൂരിലോട്ട് വിടൂലേ? അത്രേ ഉള്ളൂ. ഓ, എന്നാ കാഞ്ഞ ബുദ്ധിയാ. തല വലുതാണെങ്കിലും ബുദ്ധിമൊത്തം എന്റേതാണ്. എല്ലാം ഓക്കെ അല്ലേ രഘു? എല്ലാം ഓക്കെയാണ്. സർപ്പത്തിനെ കുത്തണം. കൊത്തും. ആർക്ക് കൊത്തും? അത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്. അപ്പൊ ആര് വിജയിക്കും? അത് വോട്ട് കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർക്ക്. അപ്പൊ ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുന്നത്? അത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്. അപ്പൊ ആര് വിജയിക്കൂടാ? വോട്ട് കൂടുതൽ കിട്ടുന്നതാരോ അവർ വിജയിക്കും. എനിക്ക് നിന്റെ വോട്ട് വേണ്ട, പോടപ്പുല്ലേ. പക്ഷെ ഞാൻ കൊത്തും. ശശാങ്ക, എന്റെ ചിഹ്നം കുടമാണ്, മറക്കല്ലേ നീ? മറക്കില്ല ചേട്ടാ, ഒരു കാരണവശാലും മറക്കില്ല. ആ, അപ്പൊ എന്റെ ചിഹ്നം തേപ്പൂട്ടി. എടാ കൊടോടാ. ആ, കുടം കുടം. അപ്പൊ എന്റെ ചിഹ്നം തേപ്പൂട്ടി. കൊടോടാ, മരപ്പട്ടി. ആ, മരപ്പൊട്ടി. തേപ്പൂട്ടിയായിരുന്നല്ലേ ലോറൻസ് ചേട്ടാ? ലോറൻസാ? അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിന്റെ അടുത്ത് പറയാം. മക്കളെ, അച്ഛന്റെ അടുത്ത് പറഞ്ഞ് മാമന്റെ കുടത്തിൽ തന്നെ കുത്താൻ പറയണേ. മാമ ഒന്നും പേടിക്കണ്ട. അത്തനെ കൊന്ത് മാമന്റെ കൊതത്തീത്ത് കുത്തുന്ന കാര്യം നാ ഏത്ത്. മക്കളെ, കുടം കുടം. ആ, വെള്ളം നിറത്ത് വെക്കുന്ന കൊതല്ലേ? തന്തേ മോനും കണപ്പ് തന്നെ. പ്രിയപ്പെട്ട സ്നേഹമുള്ള നാട്ടുകാരെ, ഞാൻ ഈ വാർഡിലെ മെമ്പറായി കഴിഞ്ഞാൽ ഈ നാടിന്റെ മുഖച്ഛായ തന്നെ ഞാൻ മാറ്റും. അല്ലെങ്കിൽ നിന്റെ മുഖച്ഛായ ഈ നാട്ടുകാർ മാറ്റും. മാറ്റും ഞാൻ. ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുമെന്നൊന്നും ഞാൻ വീമ്പിളക്കുന്നില്ല. പകരം ഈ വാപ്പിളിമുക്ക് മറച്ചു വെക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഈ നാടിന്റെ വികസന പദ്ധതികളെ കുറിച്ചാണ്. ഞാനിവിടെ ജയിച്ചു കയറി കഴിഞ്ഞാൽ ഓരോ കർഷക കുടുംബത്തിനും ഓരോ റോൾസ് റോയ്സ് വീതം
കൊടുക്കും. അതെന്നാത്തിനാടാവേ അവ റോൾസ് റോയ്സ് വാങ്ങിച്ചു കൊടുക്കണ? പട്ടിണി മാറാൻ. നല്ല കാര്യം. കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾക്ക് ദിവസവും കൊക്കക്കോളയും പെപ്സിയും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. മാത്രവുമല്ല റേഷൻ കടയിൽ ക്വാർട്ടർ കുഴിമന്തി കിറ്റും പ്രാബല്യമാക്കുന്നതാണ് വിത്ത് മൈനസ്. നിർദ്ധരായ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന കുട്ടികൾ, പട്ടിണി കിടക്കുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു വണ്ടർലാ പാർക്ക് തന്നെ പണിയും. അവരും എൻജോയ് ചെയ്യട്ടെ. ടിക്കറ്റ് വില 5000 രൂപ. കരയിപ്പിച്ച് കളഞ്ഞവൻ. രഘു നേരത്തെ മെമ്പർ ആവേണ്ടതായിരുന്നു. എക്സാക്ട്ലി. ഈ നാട്ടിൽ പരസ്യമായ കള്ളൻ കഞ്ചാവിന്റെ ഉപയോഗം വിലക്കും. കണ്ടാടി. മറിച്ച് അതെല്ലാം രഹസ്യമായി വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. സൂപ്പർ. അപ്പോ ഈ വികസന പദ്ധതികളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന ഇലക്ഷന് കുടം ചിഹ്നത്തിൽ നിൽക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ജയ് കുടം. സർപ്പം മറക്കല്ലേ. എന്തൊക്കെ ബഹളമായിരുന്നു. കുടം കുതം പ്രചരണം. ഇല്ലാത്ത പൈസ മുടക്കിയല്ലടാ വോട്ട് പിടിക്കാനും പ്രചരണത്തിന് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പോഴാണ് പട്ടികളെ പറയണത് നോമിനേഷൻ കൊടുത്തിട്ടില്ലാന്ന്. മിസ്റ്റർ രഘു, ഈ പ്രചാരണത്തിന്റെ ആവശ്യത്തിൽ നമ്മൾ അക്കാര്യം വിട്ടുപോയി. ഇപ്രാവശ്യത്തേക്കൊന്ന് മാപ്പാക്കണം. ഇപ്രാവശ്യത്തേക്ക് മാത്രം. മാപ്പാക്കാരാ? ഈ സമയത്ത് ആര് വിളിക്കടാ? ഹലോ. അതെ, ആ ശാന്ത എങ്ങാനും നമ്മളെ വീട്ടിൽ വന്നായിരുന്ന? അവളെന്തിനും ഇങ്ങോട്ട് വരണം? അവളിപ്പോ വോട്ടൊക്കെ കിട്ടി മെമ്പറായി കാണൂലേ? ഉണ്ടാ, അവൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനും പ്രചരണത്തിന് ഇറങ്ങിയ ഇടയിൽ അവളെ പേര് നോമിനേഷനിൽ കൊടുക്കാൻ മറന്നുപോയി മനുഷ്യ. പോന്ന് അവള് വോട്ട് ചെയ്യാൻ വേണ്ടി കേറിയപ്പോഴേ സർപ്പത്തിന്റെ ചിഹ്നം കാണാനില്ല എന്ന് പറഞ്ഞോണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്ന സ്റ്റാഫിന്റെ മണ്ടയിൽ എന്റെ സർപ്പം എവിടെയാണെന്ന് പറഞ്ഞോണ്ട് ഒറ്റ കുത്തന്ന്. അവൾ എന്നെ കുത്താൻ നടക്കേണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണേ. ഈശ്വര, വിഷം ചിറ്റ സർപ്പെത്തി. എന്റെ സർപ്പോ സർപ്പോ അതിപ്പോ സർപ്പ ഏതൊരു പൊത്തില് കാണും. പോയി നോക്കേ. ഈശ്വരോ, അയ്യോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. അയ്യോ സർപ്പം.